പെട്ടെന്ന് ദോശ ഉണ്ടാക്കുമ്പോൾ മോള് വന്ന് പറയും ഈ വെള്ള ദോശ എനിക്ക് വേണ്ട ഉമ്മ എന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു ഇതാ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അപ്പോൾ ബീട്രൂട്ട് ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ച് നല്ലൊരു ദോശ ഉണ്ടാക്കി. ചെറിയ കഷ്ണം ബീട്രൂട്ടേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം വെള്ള ദോശ തന്നെ ചുട്ടെടുത്തു. മക്കൾക്ക് ഇതാ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും കുട്ടികൾ കഴിക്കും. അപ്പോൾ അത് ബീട്രൂട്ടിൻ്റെ ആ ഒരു ഇതും കൂടെ നമ്മുടെ കുട്ടികളുടെ ശരീരത്തിലെത്തും. അപ്പോൾ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മാവിലോട്ട് ഈ ബീട്രൂട്ട് അരച്ച പേസ്റ്റ് എന്താക്കിയിട്ടുണ്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ നല്ല കളറൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു ഇഷ്ടമായിരിക്കുമല്ലോ കഴിക്കാനൊക്കെ. അപ്പോൾ അതാണ് കേട്ടോ ഞാനിവിടെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കഴിക്കുമല്ലോ എന്ന്. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. കയ്യിൽ എന്താണുള്ളത് ബട്ടറുള്ള ആൾക്കാർ ബട്ടർ എടുക്കുക, വെളിച്ചെണ്ണ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. മുകളിലും കൂടെ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം ഓരോന്നായിട്ട് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ട് എന്താ കളറില്ലേ, നല്ല സൂപ്പർ കളറാണ്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മക്കൾ എന്താ പറയുക കഴിച്ചോളും. അങ്ങനെ 3 ദോശ ഞാൻ ഇവിടെ ചുട്ടെടുക്കുന്നത് കേട്ടോ. ഇനി കഴിക്കുന്നുണ്ടെങ്കിൽ ചൂടാലെന്നുള്ളതിൽ ഞാൻ 3 ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കളർഫുള്ളായിട്ടുള്ള ഈ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ കറി വെച്ച് കഴിക്കുന്ന പിള്ളേരാണെങ്കിൽ അങ്ങനെ കഴിച്ചോട്ടെ. ഇപ്പം ഞാനിവിടെ പനക്കൽക്കണ്ട് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചങ്ങ് തേച്ച് കൊടുത്തിട്ട് ഇതങ്ങ് ചുരുട്ടി കൊടുത്താൽ ഇവരങ്ങ് കഴിച്ചോളും. അങ്ങനെയാണ് ഇപ്പം ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ ദോശയും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കും നമുക്ക് എല്ലാവർക്കും നല്ലത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.